മൈ വാട്ടർ ബ്രോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാത്രം മെഡിക്കൽ ടേംസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കോൺട്രാക്ട് സുന്ദരിക്കുട്ടി എന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒരു ഓളത്തിന് പറയുകയാണ്. ഹായ് എവ്രിബഡി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡെലിവറിയെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്, ഡെലിവറി ദിവസത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ, ആ ദിവസം എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ ദിവസം പോയി അഡ്മിറ്റായി. അപ്പം ലേബർ റൂമിലേക്കാണ് ആദ്യം പോയത്. അവിടെ നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്, NST എന്ന് പറയും. നമ്മുടെ വയറിന്മേൽ ഒരു ബെൽറ്റ് വെച്ചിട്ട് ആ ബെൽറ്റിൽ ഒരു മോണിറ്റർ ഉണ്ടാവും. ആ മോണിറ്റർ നമുക്ക് ഏറ്റവും കൂടുതൽ അനക്കം കിട്ടുന്ന ഭാഗത്ത് ആണ് സിസ്റ്റർ ഘടിപ്പിക്കുക. നമ്മൾ ബെൽറ്റ് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും ഒരു ഡിപ്പ്, അതായത് ഹാർട്ട് ബീറ്റ് സാധാരണയുള്ള വാല്യൂവിനെക്കാട്ടിയും താഴെ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. താഴെ പോയാലും മുകളിൽ പോയാലും പ്രശ്നമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എത്രയോ പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഡിപ്പ് വന്ന് കണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി സിസേറിയൻ എടുത്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഫീറ്റൽ ഡിസ്ട്രെസ് എന്നാണ്. കുഞ്ഞിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് സാധാരണ വാല്യൂന്ന് താഴേക്ക് പോകുന്നതിനെയാണ് ഫീറ്റൽ ഡിപ്പ് എന്ന് പറയുന്നത്. അത് 3 പ്രാവശ്യം കണ്ടുവരുവാണെങ്കിൽ നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ ഉടനെ തന്നെ കുഞ്ഞിനെ നമ്മൾ സിസേറിയൻ ചെയ്ത് പുറത്ത്. എൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇതിങ്ങനെ മോണിറ്റർ ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഡെലിവറിയാണ് നമ്മളെല്ലാവരിലും ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ ചുരുക്കം കേസസിലാണ് നമ്മൾ നേരത്തെ സിസേറിയൻ പറഞ്ഞു വെക്കുന്നത്. അതിന് എലക്റ്റീവ് സിസേറിയൻ എന്നാണ് പറയുക. അപ്പം ചില കേസുകളിൽ എമർജൻസി ആയിട്ട് ചെയ്യും. ഇപ്പോൾ ലേബർ റൂമിൽ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ നേരെ റൂമിലേക്ക് മാറ്റി. നോർമൽ ഡെലിവറി പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സിസ്റ്റർ വന്നിട്ട് ഇതുപോലെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഡെലിവറീൻ്റെ അന്ന് രാവിലെ നമ്മൾ ഹെവി ആയിട്ട് നമ്മളൊന്നും കഴിക്കാൻ പാടില്ല. ഞാൻ കഴിച്ചത് ഒരു മണ്ണും ഒരു ചായയായിരുന്നു. 5 മണിക്ക് എണീറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പേരൻസും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. 6:30 ആയപ്പോഴേക്കും നഴ്സ് വന്ന് 2 കൈയിലും ക്യാനുല ഇട്ടു ലേബർ റൂമിലേക്ക്. അപ്പോൾ അപ്പുറത്തെ റൂമിലൊക്കെ ഇതേപോലെ ഇലക്റ്റീവായിട്ട് അഡ്മിറ്റ് ആവുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ തന്നെ 3 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ 3 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയോ കോയിൻസിഡൻ്റലി നമ്മൾ അടുത്തടുത്ത് ബെഡിലും ആയിരുന്നു. മോണിറ്ററിങ് ചെയ്യായിരുന്നു. നമ്മൾ PV ചെയ്ത് നോക്കും. PV എന്ന് പറയുമ്പോൾ ഡോക്ടർ ഉള്ളിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ എത്രത്തോളം ഉണ്ട്, നമ്മുടെ യൂട്രസ് എത്രത്തോളം വികസിച്ചിട്ടുണ്ട് കുഞ്ഞിനെ പുറത്തേക്ക് വരുത്താനായിട്ട്, എത്രത്തോളം നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി ചെയ്ത് നോക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ വെജൈനൽ എക്സാമിനേഷൻ എന്നാണ് PVക്ക് പറയുന്നത്. എൻ്റെ എക്സാമിൻ ചെയ്തപ്പോൾ ഇതേപോലെ ഒന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നെ ആർട്ടിഫിഷ്യലി തന്നെ മെംബ്രെയിൻ റപ്ചർ ഇരിക്കുന്നത് ഒരു അമ്നിയോട്ടിക് സാക്കിലാണ്. ആ സാക്കിനകത്തുള്ള ഫ്ലൂയിഡാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഇപ്പോൾ കുഞ്ഞതിൽ ഇങ്ങനെ നല്ല രസമായിട്ട് ഫ്ലോട്ട് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാക്ക് ചില സമയങ്ങളിൽ നാച്ചുറലായിട്ട് തന്നെ പൊട്ടും. അതാണ് നമ്മൾ ഈ ഒരു ഹിന്ദി മൂവിയിലൊക്കെ പറയുന്ന കേൾക്കാറില്ലേ, മൈ വാട്ടർ ബ്രോ. എൻ്റെ കേസിൽ ആർട്ടിഫിഷ്യലായിട്ട്, പക്ഷേ എന്തുകൊണ്ടോ ഡോക്ടറിന് തോന്നി ദിസ് ഇസ് റെഡി എന്ന് തോന്നിയത് കൊണ്ട് ഡോക്ടർ ആർട്ടിഫിഷ്യലി റപ്ചർ ചെയ്തു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ഹസ്ബൻഡിനെയും പേരൻസിനെയൊക്കെ കാണിച്ചു കൊടുത്തു. ഉടനെ തന്നെ പ്രതീക്ഷിച്ചോളൂ എന്നൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത് ഈ ഡോക്ടേഴ്സിനൊക്കെ എനിക്ക് നേരത്തെ പരിചയമുള്ളവരാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. പിറ്റോസിൻ എന്ന് പറയും, അതായത് നമ്മുടെ ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്രസിൽ ചലനങ്ങൾ വരുത്തി കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ അത് ആദ്യം ഇട്ടപ്പോഴൊക്കെ എനിക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം എന്നൊക്കെ ഉള്ള ഗമയിൽ ഇങ്ങനെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദന തുടങ്ങി. എണീറ്റ് ഓടാനുള്ള ഫീലാണ്, പക്ഷെ നമുക്ക് കൊണ്ട് പറ്റില്ല. 2 കൈയിലും ക്യാനുല ഇട്ടിട്ടുണ്ട്, ഒരു കൈയിലേക്ക് ഫ്ലൂയിഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കയ്യിൽ നമ്മുടെ പിറ്റോസിൻ ഇൻഫ്യൂഷൻ ആക്കി ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മോണിറ്റർ വയറ്റിൽ ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ. അപ്പുറത്തുനിന്ന് ഒരു കരച്ചിൽ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ സംഭരിച്ചുകൊണ്ട് വന്ന ധൈര്യം കൂടി പോകും. ICU സൈക്കോസിസ് ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പേഷ്യൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ലേബർ റൂം സൈക്കോസിസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ടിപ്പോ ഐസ്ബർഗോ ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തന്നെ. കാരണം നമ്മൾ അതേപോലത്തെ ഒരു സ്റ്റേറ്റിലേക്ക് ആകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് വേദനയാണ്, പുറത്തേക്കൊന്ന് വന്നാൽ മതി എന്നുള്ളൊരു ഫീൽ. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഹെഡ് ഡിസെൻറ്റ്, അതായത് നമ്മുടെ കുഞ്ഞിനെ തല താഴേക്ക് വരുന്നതിനെയാണ് ഹെഡ് ഡിസെൻറ്റ് ആയി എന്ന് പറയുന്നത്. താഴേക്ക് വരുന്നതിനാണ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആയിട്ടുണ്ട്, എടുക്കാം എന്ന് പറഞ്ഞു. ഒരു ലക്ക് എനിക്കുണ്ടായിരുന്നു, സാറ് തന്നെ വന്ന് ഡെലിവറി എടുക്കാനായിട്ട്. സാറെന്ന് പറഞ്ഞാൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ തൊട്ടേ ഉള്ള HOD ആണ്. ഇപ്പോൾ ഒരു 70 വയസ്സ് ഉണ്ടാവും. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും വർക്ക് ചെയ്യാണ്. അത്രയ്ക്കൊരു പാഷനുള്ളതുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഗുരുസ്ഥാനത്ത് തന്നെ കാണാം. അപ്പം അദ്ദേഹമൊക്കെ നമ്മുടെ ഡെലിവറി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യമാണ്. എൻ്റെ മോൻ്റെ ഒരു ഭാഗ്യം തന്നെ. പുഷ് ഇത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ
പറയുന്നത് എനിക്ക് പുഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നോർമൽ ഡെലിവറിയിൽ മോൻ ജനിച്ചു, ഇറ്റ്സ് എ ബോയ് എന്നിങ്ങനെ എന്നോട് പറയാം. ബോയ് ആയാലും ഗേൾ ആയാലും കുഞ്ഞിനെ കിട്ടിയെന്നുള്ള ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ടുപോയി നേരെ പീഡിയാട്രിക് ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ റിസീവ് ചെയ്തു, കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പോൾ ഞാനിങ്ങനെ ചരിഞ്ഞ മറ്റേ ഏതോ ഒരു സിനിമയിൽ സലീം കുമാർ ഇങ്ങനെ ചരിഞ്ഞ ബുവാ എന്ന് വിളിക്കില്ലേ, അതേപോലെ ഞാൻ ചരിഞ്ഞിങ്ങനെ എൻ്റെ കുഞ്ഞിനെയാണ് നോക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, സ്റ്റിച്ച് ഇടുന്നുണ്ട്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. സന്തോഷമായില്ലേ എന്നൊക്കെ നഴ്സുമാർ ചോദിക്കുന്നുണ്ട്. നമ്മൾ അത്ര പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് നമ്മളടുത്തേക്ക് ചോദിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ശ്രദ്ധ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ഇതിലാണ്. ഒത്തിരി കുഞ്ഞുങ്ങളെ ഞാൻ ഇതേപോലെ കയ്യിലേറ്റ് വാങ്ങിയിട്ട് നമ്മൾ റെസ്ക്യൂ ടീമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിനെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, ആൻഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ നോക്കും. നമുക്ക് ആ ടീമിനെ വിശ്വാസമാണ്, എന്നാലും നമ്മൾ നോക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റും. ലേബർ റൂം പോലെ തന്നെ ഉള്ള ഒരു റൂമാണ്. 8:30 വരെ അവിടെ മോണിറ്ററിങ് ആയിരുന്നു. ആദ്യമായിട്ട് ഫീഡ് ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ നന്നായി കുളിച്ചു. ഇതേപോലെ അവരൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് വേണം, സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു സൊല്യൂഷൻ നമ്മുടെ ക്ലോറക്സിഡിൻ സൊല്യൂഷനാണ്. നമ്മുടെ ഡെറ്റോളൊക്കെ പോലത്തെ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബോഡി വാഷാണ്. 4 ദിവസത്തെ ഒബ്സർവേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു എന്താ പറയുക, സന്തോഷവും ടെൻഷനും അത് ഒരുമിച്ചുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ വിചാരിക്കും പ്രഗ്നൻസി പീരീഡിൽ ഉറക്കമില്ലായ്മയാണ് ഏറ്റവും വലിയ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ. ഒന്നുമല്ല എന്ന് എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ആദ്യത്തെ ഒരു 6 മാസം കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോർമുല പാൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്ന് വെള്ളം പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ദഹിക്കാൻ മാത്രം അവരുടെ കുടലിന് ആ സമയത്തുള്ള കപ്പാസിറ്റി ഇല്ല, കുടലിനും വയറിനും ആമാശയത്തിനും. ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എന്നാണ് അതിന് പറയുന്നത്. തുടക്ക ദിവസങ്ങളിലൊക്കെ ത്രില്ലായിരുന്നു, ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പാൽ കൊടുക്കും, പകലും പാൽ കൊടുക്കും ഒക്കെ ഇതുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനൊരു എന്താ പറയുക ഉറക്കക്കുറവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും മോനെ കയ്യിൽ വെക്കണം എന്ന് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. കാരണം കങ്കാരു മദർ കെയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കുഞ്ഞിനെ എപ്പോഴും ചെസ്റ്റിനോട് ചെസ്റ്റ് ചേർത്ത് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബെയർ ചെസ്റ്റ് കുഞ്ഞിൻ്റെ ബെയർ ചെസ്റ്റ്, അപ്പം എന്താ പറയുക, ഇറ്റ് ഇൻക്രീസസ് ദ ഗ്രോത്ത് hormone and also increases the oxytocin prolactin reaction between mother and baby. അതായത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ പാല് സെക്രീറ്റ് ആവാൻ, മുലപ്പാല് സെക്രീറ്റ് ആവാനുള്ള ഹോർമോണാണ്. ഓക്സിറ്റോസിനും ഈ പ്രൊലാക്റ്റിനും 2 ഹോർമോൺസ് ആണ്. കുഞ്ഞിൻ്റെ അമ്മയുടെ ഇടയിലുള്ള ബോണ്ട് സ്ട്രോങ് ആക്കാൻ നമുക്ക് ട്രിഗർ ചെയ്യുന്ന ഹോർമോൺസ് ആണിത്. അപ്പോൾ നമ്മൾ ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നമുക്ക് പാലുണ്ടാവും, അത്രത്തോളം നന്നായിട്ട് കുഞ്ഞ് പാല് സക്ക് ചെയ്യും, അത്രത്തോളം നന്നായി കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കും. കുറച്ച് സമയം നമ്മൾ കുഞ്ഞിനെ ഒന്ന് അടിയിലും കയ്യിൽ ഏൽപ്പിക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വീക്കാവും. അത് നിങ്ങൾ ലോജിക്കലി നിങ്ങളുടെ ടൈം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ചുറ്റുമുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, പാർട്ട്ണർ ആവട്ടെ അതേപോലെ പേരൻസ് ആവട്ടെ എല്ലാവരും അവരവരുടെ റോള് ചെയ്യുക. അമ്മ എടുക്കുന്ന അതേ സ്ട്രെയിൻ അച്ഛനും എടുക്കാം. കാരണം രണ്ടുപേരും പേരൻസ് അല്ലേ, രണ്ടുപേരും ഒരേപോലെ അല്ലേ. അമ്മ ഫിസിക്കൽ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, ഫാദർ അത്രയും നാൾ മെൻ്റൽ സ്ട്രെയിനും അമ്മയുടെ ഒപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് കൂടിയിട്ടുണ്ട്. കുഞ്ഞ് വന്നു കഴിയുമ്പോഴും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. എങ്ങനെ പാർട്ട്ണറിന് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് മുലപ്പാൽ സ്റ്റോർ ചെയ്ത് ബ്രസ്റ്റ് പമ്പ്സ് കിട്ടും, ഇലക്ട്രിക്കും ഉണ്ട് മാനുവലും. സ്റ്റോർ ചെയ്ത് വെക്കാം, അതിൻ്റെ കൂടെ തന്നെ ബോട്ടിൽ കിട്ടും. നമുക്കൊരു 4 മണിക്കൂർ പുറത്ത് വെക്കാം. പിന്നെ നമുക്കൊരു 4 ദിവസം വരെ ഫ്രീസറിൽ വെക്കാം. പാല് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു മെഡിസിനാണ് ലാക്ടെയർ. നോക്കുമ്പോൾ പാല് കൂടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പാൽ എന്നിട്ടും കൂടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെയുള്ളൊരു വഴി ഫോർമുല ഫീഡിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ലാക്ടെയറിനോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് മാമോലാക്ട് എന്ന് പറഞ്ഞൊരു പൊടി. അതൊരു ആയുർവേദിക് പ്രിപ്പറേറ്ററി മെഡിസിനാണ്. അപ്പോൾ അത് 2 നേരം വെച്ച് എടുക്കും. നമ്മുടെ ഡയറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉലുവ കഞ്ഞി, മുരിങ്ങയില, പിന്നെ അതേപോലെ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്. ശുദ്ധമായിട്ടുള്ള തേങ്ങാപ്പാൽ, നമ്മുടെ പാക്കറ്റിൽ വാങ്ങുന്ന പൊടി കലക്കിയിട്ടുള്ള തേങ്ങാപ്പാലല്ല. കപ്പലണ്ടി, നിലക്കടല എന്ന് പറയും, പീനട്ട് വളരെ നല്ലതാണ്. നല്ല മത്സ്യങ്ങൾ, കാൽസ്യത്തിൻ്റെ അളവ് നല്ലോണമുള്ള മത്സ്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് വെള്ളം. നന്നായിട്ട് തന്നെ മുലപ്പാൽ വന്നോളൂ. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ബ്രസ്റ്റിൽ നിന്നാണ് കൊടുത്തെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത ബ്രസ്റ്റിൽ നിന്ന് വേണം കേട്ടോ കൊടുക്കാൻ. ഒരേ ബ്രസ്റ്റിൽ നിന്ന് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന മറ്റേ ബ്രസ്റ്റിലുള്ള പാല് അവിടെ ഇരുന്ന് നീര് വരാനുള്ള സാധ്യതയുണ്ട്. നീര് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേദന, അതേപോലെ നല്ല തരിപ്പ്, ആ ഭാഗത്ത് ചുമപ്പൊക്കെ വരും. പിന്നെ നമ്മൾ അതിന് വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് സേഫ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ
മുലപ്പാലുകൾ മാത്രമേ എടുക്കാൻ പറ്റൂ. കാരണം പ്രഗ്നൻസിയിൽ നമ്മൾ എങ്ങോണം സൂക്ഷിച്ചോ അതേപോലെ തന്നെ നമ്മൾ മുലപ്പാൽ കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം. മുലപ്പാൽ നല്ലത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ്, പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ്, മറ്റ് പോഷകങ്ങൾ, പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ്, ഇതുപോലെ എല്ലാ കാര്യങ്ങളും മുലപ്പാലിലുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുലപ്പാലില്ലെങ്കിൽ പരിഭ്രമിക്കേണ്ട, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതിന് പകരം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഓൾട്ടർനേറ്റീവ് ആണ് ഫോർമുല ഫീഡ്. പാലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. അറ്റാച്ച്മെന്റ് കുറവൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആൾക്കാർ ഇരുന്ന് പറയുമെങ്കിൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞായിരുന്നു, നമ്മുടെ അടുത്തിരുന്ന ആൾക്കാർ പലതും പറയും. ആ സമയത്തുള്ള നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള രീതിയിൽ അത്ര സ്ട്രോങ് അല്ല. ഒരു സോഗി സ്പോഞ്ച് പോലെയാണ്. നമുക്ക് വെള്ളം ഇങ്ങനെ എത്ര വന്നാൽ നമ്മളത് അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കും, ആവശ്യമില്ലാത്തതാണെങ്കിലും. പക്ഷെ നമ്മൾ ആ സമയത്ത് ആവശ്യമുള്ളത് മാത്രം കേൾക്കുക, അല്ലാത്തത് നമ്മൾ കളയുക. കാരണം നമുക്ക് ആ സമയത്ത് അതിനുള്ള സമയമുള്ളൂ. കുഞ്ഞുറങ്ങുന്ന സമയം ഉറങ്ങുക. അങ്ങനെ ഓരോ പ്രഗ്നൻസിയും യൂണീക്കാണ്, ഓരോ സ്ത്രീ യൂണീക്കാണ്, ഓരോ കുഞ്ഞും യൂണീക്കാണ് അല്ലേ. ഒന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യം. പാല് പോലത്തെ കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ചെറിയ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും വയറിൽ, ഒരു പെരുക്കം ഉണ്ടാവും. ആ പെരുപ്പ് മാറണം, അല്ലെങ്കിൽ ഈ ഗ്യാസ് തിരിച്ചു കയറി കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ശ്വാസം മുട്ടാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിന് പറയാനും അറിയില്ല, തിരിയാനും അറിയില്ല അല്ലേ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവില്ല, കൈയും കാലൊക്കെ ഇങ്ങനെ എന്നിട്ട് ആക്കാനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ തോളിലേക്ക് ഇട്ട്, നമുക്ക് ഈ ഒരു ബർപ്പിംഗ് ടെക്നിക്ക് പല രീതിയിലുണ്ട്. തോളിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇരുത്തിയിട്ടോ ഒക്കെ നമുക്ക് ബർപ്പ് ചെയ്യാം. ബർപ്പ് ചെയ്ത് നമ്മൾ ആ ഗ്യാസ് പാക്ക് ചെയ്ത് നമ്മൾ കളയും. ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ തോളത്ത് കിടത്തുക, നമ്മുടെ ഈ തോളിലായിരിക്കണം കുഞ്ഞിൻ്റെ വയറ് അമരുന്നത്. എന്നിട്ട് നമ്മൾ തട്ടുക, ബാക്കിൽ തട്ടി കൊടുക്കുന്ന അനുസരിച്ച് 1 മിനിറ്റിന് താഴെ നമുക്കൊരു ബർപ്പിംഗ് സൗണ്ട് കേൾക്കും. 2 മിനിറ്റ് കൂടുതൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യരുത്. അത് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. കുറച്ച് നേരം കുഞ്ഞിനെ കയ്യിൽ വെച്ച് നേരെ ഇങ്ങനെ ഒന്ന് നേരെ കയ്യിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞിനെ ഫ്ലാറ്റായിട്ട് കിടത്തിയാൽ മതി. ഒരിക്കലും ഫീഡ് ചെയ്തിട്ട് കുഞ്ഞിനെ അതേപോലെ കൊണ്ടുപോയി ഫ്ലാറ്റായിട്ട് കിടത്തരുത്. ഇത് ഒരു ടെക്നിക്ക് മാത്രമാണ്. ഇതേപോലെ 2-3 ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അമ്മയുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് ഉണങ്ങാനുള്ളതാണ്. പിന്നെ നമ്മൾ ഇതേപോലെ പോസ്റ്റ് പ്രഗ്നൻസി ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യാറുണ്ട്. വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആ ഒരു ആയുർവേദ ചികിത്സ ഉഴപ്പരുത്. ഞാനത് ഉഴപ്പിയായിരുന്നു. പിന്നീട് ഇൻ ദ ലോങ് റൺ എനിക്ക് മനസ്സിലായി, എനിക്ക് നടുവേദനയും അതേപോലെ ആർത്രൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം മനസ്സിലായി. അങ്ങനെ ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡും തോട്ട്സും ഒക്കെ കുറച്ച് ഫ്രജൈലായിരിക്കും. അപ്പോൾ അത് ബാക്കിയുള്ളവർ ചുറ്റിലുള്ള എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഹോർമോണൽ ചേഞ്ചസ് ആണ് ആളുടെ ബോഡിയിൽ സംഭവിച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന ആളല്ല, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പുള്ള ആളല്ല. അത് പ്രഗ്നൻസി പീരീഡിൽ ഒത്തിരി ഹോർമോണൽ ചേഞ്ചാണ് ഉണ്ടായത്. എല്ലാ ഓർഗൻസും കീഴ്മേൽ മറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നത്. ആ ഓർഗൻസ് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക്, ഈ ഹോർമോൺസ് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക്, ആ ഒരു മൈൻഡ് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്കൊക്കെ ആവാൻ ഒരു മിനിമം 1.5 കൊല്ലം അല്ലെങ്കിൽ ഒരു 2.5 കൊല്ലം എടുക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട്. അത് വിചാരം ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നു, സ്റ്റിച്ച് ഉണങ്ങി, ട്രീറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ നോർമലായി എന്നാണ് വിചാരം. ഒരിക്കലും അല്ല കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കുഞ്ഞിനെ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ആ അമ്മയ്ക്കും കൊടുക്കണം. 2 പേരും പുതിയതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിലും അതേപോലെ ഇനി എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്നെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ടൻസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.